തിന്ന് പ്രതിഷേധിക്കുകയാണ്. മണ്ണിന് പിന്നാലെ പുല്ല് തിന്നാണ് ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധിക്കുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായ സംഭവം. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കണ്ണു തുറക്കൂ സർക്കാരെ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും കണ്ണു തുറക്കുന്നില്ല. മണ്ണിന് പിന്നാലെ പുല്ലും തിന്നും. നിരാഹാര സമരം നടക്കും. സ്വപ്നം കണ്ടൊരു ഞങ്ങളെ ജോലി നൽകൂ നൽകൂ അതിവേഗം അതിനായി വേഗം നോക്കിയിടും. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ജോലി ഉറപ്പു നൽകിയ VD സതീശൻ സർക്കാരെ നിങ്ങൾ LPST ഉദ്യോഗാർത്ഥികളെ PSC റാങ്ക് ഹോൾഡേഴ്സിനെ പുല്ലു തീറ്റിപ്പിക്കുമെന്ന നിബന്ധന കൂടി വെച്ചിരുന്നു. വളരെ വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. പഠിച്ച് റാങ്ക് വാങ്ങിയവരാണവർ. അവർക്കിപ്പോൾ പുല്ല് തിന്നേണ്ട അവസ്ഥയാണ്, മണ്ണ് തിന്നേണ്ട അവസ്ഥയാണ്, നിരാഹാരം കിടക്കേണ്ട അവസ്ഥയാണ്. തല കറങ്ങി വീണിട്ടും ആരോഗ്യം അത്യാവശ്യം മോശമായിട്ട് പോലും കണ്ണു തുറക്കാൻ കഴിയാത്ത VD സതീശൻ സർക്കാരാണ്. ജന്തർ മന്ദിറിൽ പോകും, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. പക്ഷെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരിഞ്ഞു നോക്കാൻ തങ്ങൾക്കാവില്ല. എന്നൊരു ഫയല് കിടപ്പുണ്ട്, തീർപ്പാക്കിയിടൂ അതിവേഗം, നിയമനമേകൂ വേഗത്ത്. അധ്യയന വർഷം 2 കഴിഞ്ഞു, നിയമനമെന്നും നിറഞ്ഞു തന്നെ നൽകിയിടേണേ ഞങ്ങൾക്ക്. കാലാവധികൾ നീട്ടിക്കൊണ്ട് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല സാർ. പുല്ല് തിന്നേണ്ട അവസ്ഥയാണ് കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സ്. ഉറക്കമിളച്ച് പഠിച്ചുകൊണ്ടാണ് അവർ ആ റാങ്ക് നേടിയത്. അതിന് പിന്നാലെ സർക്കാർ എന്താണ് ചെയ്തത്? സർക്കാർ പുല്ല് തിന്നിപ്പിക്കുന്നു, മണ്ണ് തീറ്റിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, അത്യധികം വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ്. എത്ര മനോവേദന അനുഭവിച്ചുകൊണ്ടാകും അവർ ഇങ്ങനെ ഒരു കൊടും പാതകത്തിന് ഇറങ്ങി തിരിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് LPST ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരത്തിന് തൊട്ട് പിന്നാലെ പുല്ല് തിന്നുകൊണ്ട് അടുത്ത നീക്കത്തിന് തുനിഞ്ഞൊരുങ്ങിയത്? ആക്ച്വലി ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LPST റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ പുല്ല് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാന സർക്കാർ എത്തിച്ചു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ട് നമുക്കറിയാം, ഒരു പുല്ല് തിന്നേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ നിലയിലേക്ക് സംസ്ഥാനത്തെ ഭരണകൂടം അവരെ എത്തിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 34 ദിവസമായി ഇവർ സമരത്തിലാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് യാതൊരുവിധ കരുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ഈ ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ പുല്ല് തിന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ അവരെത്തിയത്. നേരത്തെ മണ്ണ് നിന്ന് പ്രതിഷേധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിൽ പോലും അവർക്ക് നേരെ സംസ്ഥാന സർക്കാരിന്റെ ഒരു കരുതൽ ഇതൊന്നും ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് വീണ്ടും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത്. 9-10 ദിവസമായി ഒരു ടീച്ചർ, പാലക്കാട് നിന്നുള്ള ടീച്ചർ ഇവിടെ സത്യാഗ്രഹം കിടക്കുകയാണ്, നിരാഹാര സത്യാഗ്രഹം കിടക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ മോശമാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇപ്പോഴും ആ സാഹചര്യത്തിൽ തുടരുമ്പോഴും ഈ സംസ്ഥാന സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ PSCയുമായി ബന്ധപ്പെട്ട അധികൃതർ ആരും അവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഈ LPSC റാങ്ക് ഹോൾഡേഴ്സ് തയ്യാറാകുന്നത്. ആ നിലയിലേക്ക് അവരെ എത്തിച്ചൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളുള്ളവർ പുല്ല് തിന്ന് പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെ ഈ ഉദ്യോഗാർത്ഥികളെ നമുക്കറിയാം, PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഇവരെല്ലാവരും. അതും 1 റാങ്കും
റാങ്കിൽ എത്തപ്പെട്ടവരാണ്. 10ാം റാങ്ക് വരെയുള്ള റാങ്കിലൊക്കെ ഉൾപ്പെട്ടവരെല്ലാവരും ഈ നിലയിൽ ഇങ്ങനെ സമരത്തിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും നിയമനം യാതൊരുവിധ തരത്തിലും നിയമനം നടപ്പിലാക്കുന്നില്ല. അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു നിയമനം നടപ്പാക്കാത്ത ഒരു സാഹചര്യം ഇതോടുകൂടിയാണ് ഇത്തരത്തിലൊക്കെ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ കെടുകാര്യസ്ഥത, അനാസ്ഥയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ മാതൃകയാകേണ്ട അധ്യാപകർ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിലേക്ക് എത്തേണ്ട നിലയിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത്തരത്തിലേക്ക് വന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അവരെ കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഈ ഭരണകൂടം ചെയ്യിച്ചതാണ്. ഇത്രയും ഗതികെട്ട നിലയിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഭരണകൂടം അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. ശക്തമായ രീതിയിൽ അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് അവരെ ഈ സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഒക്കെ എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. സെക്രട്ടറിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഒക്കെ എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. സെക്രട്ടറിയുടെ മുന്നിലെ സെക്രട്ടറി സമരപ്പന്തലിന് മുന്നിലാണ് ഇവർ ഉദ്യോഗാർത്ഥികൾ പുല്ല് നിന്നുകൊണ്ട് ഭരണവും എന്താ പറയാനുള്ളത്? ഇതിന് ഒരു പരിഹാരം അത് അധികാരികൾ കണ്ണു തുറന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും സർക്കാരിൽ വിശ്വാസമുണ്ട്. സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്നല്ല പുല്ല് തിന്നുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ഭരണകൂടം മനസ്സിലായില്ല എത്തിച്ചിരിക്കല്ലേ? മന്ത്രികളൊന്നും കണ്ടില്ല, റാങ്കുകളൊന്നും കണ്ടില്ല. തീർച്ചയായിട്ടും ഭരണകൂടം അവരെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പുല്ല് തിന്നേണ്ട ഒരു സ്ഥിതി ഇവിടെ, ആ സ്ഥിതിയിലേക്ക് PSC പഠിച്ച് നമുക്കറിയാം PSC പരീക്ഷയിൽ അതിൽ 1 റാങ്കും 1, 2 റാങ്കൊക്കെ നേടണമെങ്കിൽ, അല്ലെങ്കിൽ 10ാം റാങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റാങ്കുകൾ നേടണമെങ്കിൽ അത്തരത്തിലുള്ളൊരു കഷ്ടപ്പാട് അവർക്കുണ്ട്. ആ കഷ്ടപ്പാടിനൊരു വില കൽപ്പിക്കാതെയാണ് സംസ്ഥാനത്തെ ഈ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു ക്രൂരത അവരുടെ ഭാഗത്തു നിന്ന് അവരോട് ചെയ്തത്. യുവാക്കൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ സമരം ചെയ്യുന്നവരെല്ലാവരും യുവാക്കളാണ്, യുവാക്കളാണ് ഈ സമരം ചെയ്യുന്നവർ. നമുക്കറിയാം ജന്തർ മന്ദറിലെ യുവാക്കളുടെ സമരം എന്ന് പറഞ്ഞ സമരത്തിലേക്ക് ഇവിടെ നിന്നും പോയവരാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും, വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെ അടക്കമുള്ള മന്ത്രിമാരെല്ലാം ആ സമരത്തിലേക്ക് പോയവരാണ്. അവരാണ് ഈ യുവാക്കളുടെ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുവാക്കളുടെ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും എന്തൊരു ഗതികേടാണ് സർക്കാർ, എന്തൊരു നീതി നിഷേധമാണ്. ഒരു വിളിപ്പാടകലെ മുഖ്യമന്ത്രി VD സതീശന്റെ ഔദ്യോഗിക വസതിയുണ്ടായി പുല്ലു തിന്നുന്ന ഇടത്തു നിന്നും. പക്ഷേ ജന്തർ മന്ദിറിൽ പോകാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കാകും, മറ്റു മന്ത്രിമാർക്കൊക്കെ ആകും. എന്തായാലും ഇവർ അനർഹരല്ല. ഇവർ പിൻവാതിൽ നിയമനം ചോദിച്ചു കൊണ്ടുമല്ല പുല്ലു തിന്നുന്നത്. കഷ്ടപ്പെട്ട് ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് റാങ്ക് വാങ്ങി ജോലിയിൽ പ്രവേശിക്കുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നത്. എന്തായാലും നിരാഹാര സമരത്തിൽ പുല്ല് തിന്നുമ്പോഴും തീരെ പ്രതീക്ഷ കൈവിടാതെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കും, സർക്കാർ നടപടി സ്വീകരിക്കും. ആ ഉദ്യോഗാർത്ഥികൾ വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ സർക്കാരിന്റെ ആ നിലപാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുല്ല് തിന്നും മണ്ണ് തിന്നും പ്രതിഷേധിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെങ്കിൽ പിന്നെ സർക്കാർ ആർക്കു നേരെയാണ് കണ്ണു തുറക്കുന്നത്? കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ ആരാണ് കണ്ണടപ്പിച്ചിരിക്കുന്നത്? എന്തായാലും കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതികരിച്ചത്, ഇത് സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്, ഖജനാവ് കാലിയാണ്. ഖജനാവ് കാലിയെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു PSC? എന്തിനാണ് ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത്? നിർണായക ചോദ്യം തന്നെയാണ്. ഖജനാവ് കാലി ആയതുകൊണ്ട് ഇനി നിയമനം നടത്തണമെങ്കിൽ തങ്ങൾ ആലോചിച്ച് മാത്രമേ നടത്തുള്ളൂ. പക്ഷേ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പിൻവാതിൽ നിയമനം നൽകും, മണ്ഡലം സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും പിൻവാതിൽ നിയമനം നൽകും, അതിനുള്ള ശുപാർശ കത്ത് നൽകും, മന്ത്രിയുടെ അളിയന് പേഴ്സണൽ സെക്രട്ടറിയായിട്ട് ഞങ്ങൾ അധികാരം നൽകും. ഇതിനൊന്നും യാതൊരുവിധ പ്രശ്നവുമല്ല, ഖജനാവ് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കണ്ണടക്കുന്നത്.